ഇതാണ് മക്കളെ ഞാൻ പറഞ്ഞിട്ടുള്ള ഹെയർ ആക്സസറി. നമ്മൾക്കിപ്പോൾ ഏറ്റവും മൂവിങ്ങായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഹെയർ ആക്സസറീസ് ആണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്തത് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിട്ട് ഇങ്ങനെയുള്ള ആക്സസറീസ് ഒക്കെ ചെയ്യണമെന്ന് ചോദിച്ചു. പക്ഷേ ഓർഡറൊന്നും ഇല്ലാതെ പിന്നെ വെറുതെ ചെയ്തിട്ട് വേസ്റ്റ് ആക്കണ്ടല്ലോ വെച്ചു. അപ്പോഴാണ് ഒരു കസ്റ്റമർ ഈ ഒരു ഹെയർ ആക്സസറി സെറ്റാക്കി തരുമോ എന്ന് ചോദിച്ചിട്ട് വന്നത്. സത്യം പറഞ്ഞാൽ കണ്ടപ്പോൾ കണ്ണ് തള്ളിട്ടോ, കാരണം ഇത് ചെയ്ത് എടുക്കാമെന്ന് പറഞ്ഞാൽ കുറച്ച് ടാസ്ക് ആണല്ലോ. അപ്പോൾ എന്തായാലും ഞാനൊരു നല്ല റേറ്റ് പറഞ്ഞിട്ട് ഒഴിവാക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ആൾ വിട്ടില്ല. എന്നാൽ ഞാൻ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഹെയർ ആക്സസറീസ് നമ്മൾ അതിൻ്റെ കൂടെ പെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായി കേട്ടോ. ഇതാണ് കേട്ടോ ഞാൻ ഫസ്റ്റ് ഈ ഒരു ടൈപ്പിൽ ചെയ്തിട്ടുള്ള ഹെയർ ആക്സസറി. പിന്നെ രണ്ടാമത് ഞാൻ ഈ ഒരു ടൈപ്പിലുള്ള ഫ്രോക്കിന് തന്നെ ഓർഡർ വന്ന ടൈമിൽ രണ്ടാമത് നമ്മൾ ഇതുപോലെ ബട്ടർഫ്ലൈസും ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് ഒന്ന് സെറ്റാക്കി. പക്ഷേ അത് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിട്ടില്ല. ഞാൻ ആ ഒരു ഫ്രോക്കിൻ്റെ കൂടെ ചെയ്തതായിരുന്നു. അപ്പം കസ്റ്റമറിനോട് വേണമെന്ന് ചോദിച്ചു. സത്യം പറഞ്ഞാൽ ഇതിന് എത്ര പ്രൈസ് പറഞ്ഞിട്ടുണ്ടെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് 300 റുപ്പീസ് പറഞ്ഞു. കസ്റ്റമറിന് ഓക്കെ ആയിരുന്നു കേട്ടോ അത്. അപ്പോൾ ഞാൻ അങ്ങനെ സെയിൽ ചെയ്തു. പിന്നെ ഞാൻ മൂന്നാമത്തെ ഒരു കസ്റ്റമർ, ഈ ഒരു കസ്റ്റമർ നമുക്ക് ഫാബ്രിക്സ് മാത്രം തന്നിട്ട് ഒരു ഫ്രോക്ക് സെറ്റ് ചെയ്ത് ഒരു എന്തെങ്കിലും ചെയ്തു തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ടൈം ഞാൻ ഈ ഫാബ്രിക്സ് വാങ്ങിയിട്ട് അത് കസ്റ്റമർ തന്നിട്ട് ഫ്രോക്ക് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ തന്നെ ഫാബ്രിക്സ് എടുത്തിട്ട് നമ്മൾ തന്നെ ചെയ്തിട്ടേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു ഫാബ്രിക് ഒരു വെറൈറ്റി ഫാബ്രിക് ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായത്. അപ്പോൾ നമ്മളിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഇതുപോലെ ബീഡ്സും ഇതൊക്കെ കമ്പിയിലൊക്കെ വെച്ചിട്ട് ഫ്ലവേഴ്സ് സെയിം ഫാബ്രിക്സിൻ്റെ ഫ്ലവേഴ്സ് തന്നെ ആക്കുമ്പോഴാണ് കുറച്ചും കൂടെ ഭംഗി വരുന്നത്. അപ്പോൾ എനിക്ക് ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് ഈ ഒരു ഫ്ലവേഴ്സ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. കാരണം ഞാൻ ആഗ്രഹിച്ച ആ ഒരു ഷേപ്പിലൊന്നും വന്നിട്ടെങ്കിൽ ഒരുപാട് പെറ്റൽസും ഫ്ലവേഴ്സൊക്കെ നമ്മളിങ്ങനെ വേസ്റ്റായി പോകാറുണ്ട്. അപ്പോൾ ഈ ഒരു ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മൾ ഫാബ്രിക്സ് കിട്ടിയ സമയത്ത് നമ്മൾ വിചാരിച്ചില്ല ഇത്രയും ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റി. കാരണം ഒന്നാമത്തെ കാര്യം ഈ ഫ്ലവേഴ്സും ഇതിൻ്റെ ബീഡ്സും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ കുറച്ച് നല്ല ലുക്ക് വന്നു. അതുപോലെ തന്നെ സ്ലീവും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തപ്പോൾ ഒരു ഫാബ്രിക് നോർമലായിട്ടുള്ള ഫാബ്രിക് നമുക്കൊന്ന് ഹൈലൈറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റി. ഇനി ആക്സസറീസ് ഹെയർ ആക്സസറീസ് ആണ് ഇപ്പം നമുക്ക് ഏറ്റവും ട്രെൻഡിങ്. ഇപ്പം വരുന്ന കസ്റ്റമേഴ്സിനെല്ലാം ഇത് മതി. ഈ ലാസ്റ്റ് ഒരു 2 to 3 years ആയിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ പോയിക്കൊണ്ടിരുന്ന ഒരു സംഭവമായിരുന്നു ഫാസിനേറ്റേഴ്സ്, റൗണ്ട് ഷേപ്പിൽ വരുന്നത്. ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലിൽ 2 വർഷം മുമ്പ് അതിൻ്റെ മേക്കിംഗ് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം നമുക്ക് ഏറ്റവും ഇപ്പം വരുന്ന എൻക്വയറീസ് ഒക്കെ ഈ ഒരു ആക്സസറീസും കൂടെ പെയർ ചെയ്തിട്ടുള്ളതാണ് വരുന്നത്. എല്ലാ ഫ്രോക്കിലും ഇത് മതി എന്നുള്ളത്. ഈ ഒരു ഫ്രോക്കിൽ നമ്മൾ ഫസ്റ്റ് ലെയറിൽ ബോണിങ് നെറ്റ് കൊടുത്തു, അതുകൊണ്ട് കുറച്ചും കൂടെ പഫി ആയിട്ട് വന്നു. പിന്നെ നമ്മൾ സെക്കൻഡ് ലൈനിങ് നെറ്റ് ഫാബ്രിക്കിലാണ് കേട്ടോ, അതും ബോണിങ് നെറ്റ്. പിന്നെ തേർഡ് ലെയറിലും നമ്മൾ ബോണിങ് നെറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വേസ്റ്റ് ബെൽറ്റ് നമ്മൾ ഇതുപോലൊരു ഷേപ്പ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ബിഗ് സൈസിലുള്ളൊരു ബോയും കൂടെ നമ്മൾ കൊടുത്തു. അപ്പോൾ ഈ ഒരു ഫ്രോക്ക് നമ്മൾ പ്ലെയിൻ ആയിട്ടുള്ളൊരു ഫാബ്രിക് നമ്മൾ ഇതുപോലെയാണ് കസ്റ്റമൈസ് ചെയ്തിട്ട് ഡിസൈൻ ചെയ്തിട്ട് ഒരു ഡിസൈനർ ഫ്രോക്കാക്കി മാറ്റുന്നത്. അപ്പോൾ നമ്മളതിൽ കുറച്ച് ലേസ് വർക്കും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ സോൾഡറിങ് വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് ആപ്ലിക് വർക്ക് എന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ള വർക്കും കൂടെ നമ്മളിതിൽ പെയർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് കുറച്ചും കൂടെ ഭംഗിയായി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലുള്ള ഹെയർ ആക്സസറീസിൻ്റെ മേക്കിംഗ് വീഡിയോ ആവശ്യമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യുക. നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് കേട്ടോ ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ്.